വെൽക്കം ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. ചെറിയ ശീലങ്ങളുടെ വലിയ വിജയം. ചേഞ്ച് യുവർ ഹാബിറ്റ്, ചേഞ്ച് യുവർ ലൈഫ്. അതാണ് ഹാബിറ്റ് എക്സ്പ്രസും ഹാബിറ്റ് ടെക്സും ഡോക്ടർ പോൾ ബി മാത്യുവും എല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുന്നതിലൂടെ വലിയ വിജയം കൊയ്യുവാൻ സാധിക്കും. ഇന്ന് വളരെ മനോഹരമായ ശീലത്തെക്കുറിച്ചും പക്ഷേ ഡിഫിക്കൽട്ടായ ശീലത്തെക്കുറിച്ചും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ധാരാളം പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡീപ്പ് വർക്ക്, ഡു ഇറ്റ് ടുഡേ, മാസ്റ്റർ യുവർ ഫോക്കസ്, അൺഡിസ്ട്രാക്റ്റഡ് തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം പറയുന്നത് ഒറ്റ കാര്യമാണ്: ഫോക്കസ്. ഇന്ന് ഹൈലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ 100,000 ഡിസ്ട്രാക്ഷൻസ് ആണ്. ഒരു ശബ്ദങ്ങളായിരിക്കാം, കോലാഹലങ്ങളായിരിക്കാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, പല കാര്യങ്ങളും നാം ഡിസ്ട്രാക്റ്റായി പോവുകയാണ്. ഡീപ്പ് വർക്ക് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് ഡീപ്പ് വർക്ക് ചെയ്യാൻ സാധിക്കും. ഡീപ്പായി വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടുവാൻ സാധിക്കും. ഈ ഷാർപ്പൺ യുവർ സ്കിൽസ് അല്ലെങ്കിൽ ഷാർപ്പൺ യുവർ സോൾ എന്ന് പറയുന്ന ആശയത്തിന് പറയുന്നത് നിങ്ങൾ ഏത് ഏരിയയിലാണോ ആ ഏരിയയിൽ മാസ്റ്റർ ആകാൻ ശ്രമിക്കുക. മാസ്റ്റർ യുവർ ഫോക്കസ്. നിങ്ങൾ ഏത് ഏരിയയാണോ ആ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ് ആകാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് ഏരിയയിലാണോ ആ ഏരിയയിൽ ഏറ്റവും നല്ല പെർഫോമർ ആകാൻ ശ്രമിക്കുക. അതിന് ഫോക്കസ് ആവശ്യമാണ്. നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടോ? ഫോക്കസ് ഇല്ലായെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മുകളിലേക്ക് പോകുവാൻ സാധിക്കില്ല. നിങ്ങൾ ഉയരുമായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ ഫുൾ ടൈം ബിസി ആയിരിക്കാം, നിങ്ങൾ ഓഫീസിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യുന്നുണ്ടാകാം. കഴിഞ്ഞ ദിവസം കണ്ടു ട്വിറ്ററിലൊരു ജോലിക്കാരി രാത്രി അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. വളരെ ആത്മാർത്ഥതയുണ്ട്, വളരെ നേരം ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണമെങ്കിൽ ഫോക്കസ് ആവശ്യമാണ്. ഹൈലി ഡിസ്ട്രാക്റ്റഡ് ആയ ലോകത്ത് ഏറ്റവും അൺഡിസ്ട്രാക്റ്റായി തീരുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകങ്ങളെല്ലാം പറയുന്നത്. ഞാനിപ്പോൾ ഏകദേശം 5ഓളം പുസ്തകങ്ങളുടെ ഒരു ടൈറ്റിൽ പറഞ്ഞു. 5 അല്ല 500 പുസ്തകങ്ങൾ തന്നെ ഫോക്കസിനെ കുറിച്ചും കോൺസെൻട്രേഷനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ഡീപ്പ് വർക്ക് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. ആ മേഖലയിൽ നമുക്ക് എക്സ്പെർട്ടീസ് ആകാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടി ഓർക്കുക. നിങ്ങൾ എപ്പോഴെല്ലാമാണ് ഡിസ്ട്രാക്റ്റഡ് ആകുന്നത്? നിങ്ങളുടെ ഫ്രണ്ട്സ് വിളിക്കുമ്പോഴാണോ, ഫോൺ കോൾ വരുമ്പോഴാണോ, മൊബൈൽ കാണുമ്പോഴാണോ, ഇൻ്റർനെറ്റ് കാണുമ്പോഴാണോ, സോഷ്യൽ മീഡിയ കാണുമ്പോഴാണോ? ചുമ്മാ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മൊബൈൽ ഒന്ന് എടുത്ത് നോക്കാൻ തോന്നുന്നത്. അല്ലെങ്കിൽ മേശപ്പുറത്ത് നോക്കുമ്പോൾ കുറേ സ്വീറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ, അല്ലെങ്കിൽ ഒരു പോകുന്ന വഴിക്ക് നല്ല ഹോട്ടൽ കണ്ടു, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് കണ്ടു, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കൊണ്ട് അവിടെ നിർത്തുന്നു, ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. അപ്പോൾ ഫോക്കസ് നഷ്ടപ്പെടാതെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് നടന്നു നീങ്ങുവാനും വലിയ വിജയങ്ങൾ നേടുവാനും സാധിക്കുകയുള്ളൂ. അൺഡിസ്ട്രാക്റ്റഡ് ആകുവാൻ സാധിക്കുക. ഡിസ്ട്രാക്റ്റായ ലോകത്ത് ഡിസ്ട്രാക്ഷനെ മാറ്റിവെക്കാൻ സാധിക്കുക. ഇന്ന് ഒരു പുസ്തകം എടുത്ത് അല്ലെങ്കിൽ പേപ്പർ എടുത്ത് നിങ്ങൾ എഴുതുക, എന്തെല്ലാമാണ് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നത്, ഏതെല്ലാം കാര്യങ്ങളാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ജോലി ചെയ്യുമ്പോൾ, ഞാൻ കോമ്പറ്റൻസി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ എന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന, എന്നെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്ന ഏത് കാര്യമാണുള്ളത്. 80-20 പ്രിൻസിപ്പിൾ എന്ന പ്രിൻസിപ്പിളിനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ 80% സമയവും നാം ചെലവഴിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. എന്നാൽ 20% കാര്യങ്ങൾ മാത്രമേ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളൂ. ആ 20% കാര്യങ്ങൾക്ക് വേണ്ടി 80% സമയം ചെലവഴിക്കുന്നതിനാണ് വിജയിക്കുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ 80% സമയവും നിങ്ങൾ ചിലവാക്കുന്നത് ആവശ്യമില്ലാത്ത 80% കാര്യങ്ങൾക്കാണോ, അത് ആവശ്യമുള്ള നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന, ഇൻകം കൂട്ടുന്ന, ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യുന്ന 20% കാര്യങ്ങൾക്കാണോ എന്ന് മനസ്സിലാക്കുക. അതിനെ പറയുന്നത് പ്രയോറിറ്റിയും ഇമ്പോർട്ടൻസും സെറ്റ് ചെയ്യുക. ഏറ്റവും പ്രയോറിറ്റിയും ഏറ്റവും ഇമ്പോർട്ടൻറ്റും അർജൻറ്റുമായ കാര്യം ആദ്യം ചെയ്യുക. അതിനുശേഷം ബാക്കി 20% സമയത്ത് മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് തന്നെ 2 കാര്യങ്ങൾ ഉണ്ടാക്കുക. ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യം ഏതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം ഏതാണ്, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണ്. ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി വെട്ടി ഡിസ്ട്രാക്ഷൻ എല്ലാം മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് സമയവും കിട്ടും, ഫോക്കസ് കിട്ടും. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും അർജൻറ്റുമായ ആ 20% കാര്യങ്ങൾ. ലിസ്റ്റിൽ 100 ഉണ്ടെങ്കിൽ 20% കാര്യങ്ങൾ എടുക്കുക, 20 ലിസ്റ്റ് എടുക്കുക, അത് നിങ്ങൾ ചെയ്യുക. ഈ 2 പ്രിൻസിപ്പിളും നിങ്ങൾ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യുന്നെങ്കിൽ ഫോക്കസ് ഉണ്ടാകും, കോൺസെൻട്രേഷൻ ഉണ്ടാകും, സക്സസ് ഉണ്ടാകും. ഫോക്കസ് ഈസ് ദ വേ ടു സക്സസ്. ഈസ് ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.